തിളങ്ങുന്ന പൂവ്, ദ ഗ്ലോയിങ് ഫ്ലവർ. കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ ഒരു രഹസ്യസ്ഥലത്ത് ഒരു പ്രത്യേക പൂവ് വിരിഞ്ഞു. അതിന്റെ ഇതളുകൾ രാത്രിയിൽ തിളങ്ങുമായിരുന്നു. ഈ വാർത്ത നാടെങ്ങും പരന്നു. ചെറിയ നില തന്റെ മുത്തശ്ശി അമ്മിണിയമ്മയുടെ അടുത്ത് ഓടിച്ചെന്നു. മുത്തശ്ശി, ആ തിളങ്ങുന്ന പൂവിനെക്കുറിച്ച് കേട്ടോ? അവൾ ആവേശത്തോടെ ചോദിച്ചു. അമ്മിണിയമ്മ ചിരിച്ചു. അതേ മോളെ, പണ്ട് ഞാനൊരു കഥ പറഞ്ഞിരുന്നില്ലേ, മാന്ത്രിക പൂക്കളെക്കുറിച്ച്. ഇതൊരുപക്ഷെ അതുപോലൊന്നാവാം. നിലയുടെ കണ്ണുകൾ തിളങ്ങി. അവൾക്ക് ആ പൂവിനെ നേരിൽ കാണാൻ അതിയായ ആഗ്രഹമുണ്ടായി. എനിക്കതിനെ കാണണം മുത്തശ്ശി, അവൾ പറഞ്ഞു. അമ്മിണിയമ്മ വനപാലകൻ രാജൻ ചേട്ടനെ വിളിച്ചു. രാജൻ ചേട്ടൻ കാടിനെക്കുറിച്ച് എല്ലാം അറിയുന്ന നല്ലൊരു മനുഷ്യനായിരുന്നു. രാജൻ ചേട്ടൻ നിലയെയും അമ്മിണിയമ്മയെയും പൂവ് കാണിക്കാൻ കൊണ്ടുപോകാമെന്ന് സമ്മതിച്ചു. പക്ഷെ വളരെ ശ്രദ്ധിച്ചു പോകണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അടുത്ത ദിവസം രാവിലെ അവർ കാട്ടിലൂടെ യാത്ര തുടങ്ങി. പക്ഷികളുടെ പാട്ടും മരങ്ങളുടെ തണുത്ത കാറ്റും അവരെ സ്വാഗതം ചെയ്തു. ഒടുവിൽ അവർ ആ രഹസ്യസ്ഥലത്തെത്തി. അവിടെ ഒരു പാറയുടെ അടുത്തായി ആ അദ്ഭുതപ്പൂവ് തിളങ്ങിനിന്നു. നിലയുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. മുത്തശ്ശി പറഞ്ഞ കഥയിലെ പൂവ് അവളുടെ മുന്നിൽ. അതൊരു സ്വപ്നം പോലെ തോന്നി. അവർ പൂവിനെ ഉപദ്രവിക്കാതെ അതിന്റെ ഭംഗി ആസ്വദിച്ചു മടങ്ങി. നിലയ്ക്ക് ആ ദിവസം ഒരിക്കലും മറക്കാനാവാത്ത ഒന്നായി മാറി.